മറ്റൊരു വാർത്ത ഇപ്പോൾ എത്തുന്നത് സിൽവർ ലൈൻ പദ്ധതിക്ക് അംഗീകാരം നൽകണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് വീണ്ടും കത്തയച്ചു കേരളം എന്നതാണ്. കേരള ജനതയുടെ അഭിലാഷമാണ് പദ്ധതി എന്ന് കത്തിൽ പറയുന്നു. സംസ്ഥാന സർക്കാർ സിൽവർ ലൈൻ പദ്ധതി അവസാനിപ്പിച്ചുവെന്ന് കേന്ദ്ര മന്ത്രി അശ്വിനി വൈഷ്ണവ് നേരത്തെ പ്രതികരിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് സംസ്ഥാന സർക്കാർ വീണ്ടും പദ്ധതി അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തെ സമീപിച്ചിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു വിവരങ്ങളുമായി. ബൽറാം, ഈ ബജറ്റിൻ്റെ ദിവസം, കേന്ദ്ര ബജറ്റിൻ്റെ ദിവസം ഉച്ചയ്ക്ക് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഈ ചോദ്യം ഉയർന്നു വന്നപ്പോഴാണ് അശ്വിനി വൈഷ്ണവ് പറഞ്ഞത് ആ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ എന്ന് വ്യക്തമാക്കേണ്ടത് കേരളമാണ്. എന്നിപ്പോഴത്തെ കേരളം ആ പദ്ധതിക്ക് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് വീണ്ടും കേന്ദ്രത്തെ സമീപിക്കുന്നു. ഈ ഒരു കത്തയച്ചു എന്നതിനപ്പുറത്തേക്ക് ഇക്കാര്യത്തിൽ റെയിൽവേ ബോർഡും കേന്ദ്ര റെയിൽവേ മന്ത്രാലയവും ഒക്കെ നിരവധി കാര്യങ്ങൾ ഇങ്ങോട്ട് കേരളത്തോട് ചോദിച്ചിരുന്നു. അതിനൊക്കെ ഉത്തരവുമുണ്ടോ ഈ കത്തിൽ? വിജയകുമാർ, ബജറ്റ് ദിനത്തിൽ ഉച്ചയ്ക്ക് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പദ്ധതി കേരളം ഉപേക്ഷിച്ചു എന്നാണ് തനിക്ക് തോന്നുന്നത് എന്നും അക്കാര്യം വിശദീകരിക്കേണ്ടത് കേരളമാണ് എന്നുമുള്ള റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ പ്രതികരണത്തിന്റെ പശ്ചാത്തലത്തിലാണ് കേരളം ഈ പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടി, ഒപ്പം തന്നെ റെയിൽവേ മന്ത്രി ഈ ഉന്നയിച്ച കാര്യങ്ങൾ ശരിയല്ല എന്ന് വിശദീകരിക്കുന്നതിനും വേണ്ടി ഇത്തരത്തിൽ ഒരു കത്ത് വീണ്ടും അയച്ചിരിക്കുന്നത്. പദ്ധതിക്ക് അംഗീകാരം നൽകണം എന്നുള്ളതാണ് ഈ കത്തിൽ പ്രധാനമായും ആവശ്യപ്പെടുന്നത്. കേരള ജനതയുടെ അഭിലാഷമാണ് ഈ പദ്ധതി എന്നും ഇതുമായി ബന്ധപ്പെട്ട റെയിൽവേയുടെ ജനറൽ മാനേജർക്ക് സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട കേരളം നൽകിയിട്ടുള്ള നിവേദനങ്ങൾ പരിശോധിച്ച് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ കത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഈ സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിന്റെയും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെയും സംയുക്ത പദ്ധതിയാണ് എന്ന് വിശദീകരിച്ചുകൊണ്ട് ആ ആമുഖത്തോടെയാണ് കത്ത് തുടങ്ങുന്നത്. കൂടാതെ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഇതുവരെ നടത്തിയ കത്തിടപാടുകൾ, യോഗങ്ങൾ എന്നിവയുടെ വിശദാംശങ്ങളും നിലവിൽ ഇപ്പോൾ ആ കേരളം നൽകിയ വിശദാംശങ്ങൾ റെയിൽവേ പരിശോധിക്കുകയാണ് എന്നും കത്തിൽ പരാമർശമുണ്ട്. കൂടാതെ കേരളത്തിന് 2 വന്ദേ ഭാരത് അനുവദിച്ചതിൽ നന്ദി അറിയിക്കുന്നതോടൊപ്പം തന്നെ ഈ 2 ട്രെയിനുകൾ അനുവദിച്ചത് കേരളത്തിൽ നിലവിൽ യാത്രക്കാർക്ക് ഈ ലൈനിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എന്ന കാര്യവും കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ഹൈസ്പീഡ് റെയിൽവേയുടെ ആവശ്യം കേരളത്തിനുണ്ട് എന്ന് കൂടി വിശദീകരിക്കാനാണ് ഇക്കാര്യം ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കേരളത്തിന് സിൽവർ ലൈൻ പദ്ധതി അനുവദിക്കണം എന്നാണ് ഈ കത്തിൽ ആവശ്യപ്പെടുന്നത്. വിജയകുമാർ, സിൽവർ ലൈൻ പദ്ധതിക്ക് അംഗീകാരം നൽകണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തെ സമീപിച്ചിരിക്കുകയാണ് വീണ്ടും കേരളം. പദ്ധതിയുമായി ബന്ധപ്പെട്ട് അത് നിലവിലുണ്ടോ എന്ന് കേരളമാണ് വ്യക്തമാക്കേണ്ടതെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് നേരത്തെ പറഞ്ഞിരുന്നു. അതിന് മറുപടി എന്ന മട്ടിലാണ് ഒരു കത്തുകൂടി ഇപ്പോൾ കേന്ദ്രത്തിന് കേരളം അയച്ചിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്.